നമസ്കാരം പ്രിയപ്പെട്ടവരെ, 2003 വേൾഡ് കപ്പ് ഗെയിമിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ ഞാൻ ഗെയിം ക്രിക്കറ്റിലൂടെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ, അതായത് ഗെയിം ക്രിക്കറ്റിന് വേണ്ടി ഗെയിമിലൊരു എന്താ പറയുക, ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയപ്പോൾ ആദ്യ കളിയിൽ ഓസ്ട്രേലിയയുമായിട്ടാണ് മാച്ച്. ഗെയിം ക്രിക്കറ്റിലാണ് 10 ഓവറിൻ്റെ ഗെയിമാണ് ഞാൻ സെലക്ട് ചെയ്തത്. 10 ഓവർ, 20 ഓവർ, 50 ഓവർ എന്ന് 10 ഓവറിൻ്റെ വേൾഡ് കപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത്. 10 ഓവറിൽ ആദ്യം ബാറ്റ് ഓസ്ട്രേലിയക്ക് കിട്ടി. 10 ഓവറിൽ എനിക്ക് 118 റൺസ് കൊടുക്കേണ്ടി വന്നു. 4 വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബോളിംഗ് ഇത്തിരി കഷ്ടമാണ്. പക്ഷേ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ വെറും 6 ഓവറിനുള്ളിൽ എനിക്ക് വിജയിക്കാൻ വേണ്ടി പറ്റി. 21 ബോളിൽ 71 റൺസ് വീരേന്ദർ സെവാഗ് എടുത്തു. 2003 വേൾഡ് കപ്പാണ്. 21 ബോളിൽ 51 സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ ടീം എടുത്തു. അതായത് ഇന്ത്യക്ക് വേണ്ടി ഗെയിമിൽ ക്രിക്കറ്റ് കളിച്ചു എന്നാൽ എനിക്ക് മാത്രം കഴിയുമെന്നല്ല പറഞ്ഞത്. എല്ലാവർക്കും കളിക്കാനുള്ള അവസരമുണ്ട്, കളിക്കുകയും ചെയ്യാം. അവർക്ക് അത് അവരുടേതായ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യാം. വളരെ മനോഹരമായിട്ട് കളിക്കുകയും ചെയ്യാം. എല്ലാവർക്കും കളിക്കും. ഓരോ ശൈലി ഉണ്ടാവും. എൻ്റെ ശൈലിയാണ് വേഗതയേറിയ ശൈലിയാണ് എൻ്റേത്. എനിക്ക് വേഗതയേറിയ രീതിയിൽ അതിന് നന്നായി പ്രാക്ടീസ് ചെയ്യും. വേഗത കൂടിയ ബാറ്റിങ്ങിന് നല്ലവണ്ണം പ്രാക്ടീസ് വളരെ മസ്റ്റാണ്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ വേഗതയേറിയ കാര്യങ്ങൾക്ക് നോർമലിയും അങ്ങനെ തന്നെയാണ്. നല്ല പിച്ചിൻ്റെ ഘടന അനുസരിച്ച് വേഗതയേറിയ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ ബോൾ ഏകദേശം അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ബോൾ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. ബോളും ബാറ്റും തമ്മിലുള്ള ഒരു പ്രാക്ടീസ് വേണം എല്ലാവർക്കും. നോർമലി കളിക്കും. ഞാൻ പൊതുവെ 5 വേൾഡ് കപ്പ് ഗെയിമിൽ വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 6ാമത്തെ വേൾഡ് കപ്പാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വിജയത്തിൻ്റെ കഥയാണ്. മനോഹരമായൊരു വിജയമാണ്. 10 ഓവറിൽ 118 അവരെടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ ഇറങ്ങിയപ്പോൾ വീരേന്ദർ സെവാഗ്, സച്ചിൻ ഗെയിമിൽ ഞാൻ ബാറ്റ് ചെയ്യുകയായിരുന്നു. അതായത് ഗെയിമിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു. 6-7 ഓവറിനുള്ളിൽ അത് തീർത്തു. വിജയിക്കാൻ വേണ്ടി പറ്റി. ഒരു വിക്കറ്റും നഷ്ടപ്പെടാതെ മനോഹരമായ